അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ വ്ളോഗൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ടൈം 7:22 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ ആകെപ്പാട് ഇതായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീനാക്കി ഇനി ഇതാ അടുത്തതായിട്ട് പുതപ്പും പില്ലോയും എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പുതിയൊരു തീരുമാനം എടുത്തു ഗൈസ്. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇതിൽ ഫുൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 7:45 7:30 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഫുൾ വെള്ളം നമുക്ക് ഇന്ന് രാത്രി 9 മണീൻ്റെ ഉള്ളിൽ ഫുള്ളും കുടിച്ച് തീർക്കണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടവും ചിക്കൻ കറിയൊക്കെയാണ്. പിന്നെ ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് വന്നു. പിന്നെ ജനലൊക്കെ തുറന്നിട്ടു നല്ല വ്യൂ ഒക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എനിക്കെന്തോ എപ്പോഴും കണ്ടാലും ഈ ഒരു വ്യൂ ഒന്നും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എത്ര ഏതായാലും മടുക്കില്ല എനിക്കിതൊന്നും. പിന്നെ എൻ്റെ ടേബിളിലൊക്കെ ഇരുന്നു. പിന്നെ അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ കുളിച്ച് എല്ലാം റെഡിയായി. പിന്നെ ഇന്ന് പെരുന്നാളാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ കുളിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ പുതിയതായിട്ട് എടുത്തത്. സോ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇടാനുള്ള ഡ്രസ്സൊന്നുമല്ല എടുത്തത്, ഇങ്ങനെ വീട്ടിൽ ആയിട്ടിടാനുള്ള ഡ്രസ്സാണ് എടുത്തത്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കമ്മൽ കളക്ഷൻസും പിന്നെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഏത് കമ്മലിടുന്നൊക്കെ നല്ല ഡൗട്ടാക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഇട്ടത്. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇട്ടത്. ഞാനല്ല, എൻ്റെ ഉമ്മയാണ് എനിക്ക് ഇട്ടുന്നത്. പിന്നെ കുറച്ച് ക്രാബൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഏത് ക്രാബാണ് ഈ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചാവുന്നൊക്കെ നോക്കുകയാണ്. സോ ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പെരുന്നാളാണ് പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിലേക്കൊന്നും പോയില്ല. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വരും, അല്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാറൊന്നുമില്ല. അപ്പോൾ കുറച്ച് ക്രാബ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച് വന്നിട്ട് അതിലേതാണോ ഭംഗി അത് ഇടാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്രാബ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഇട്ടു, അതും കുഴപ്പമില്ല. പിന്നെ ഒരു നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതൊക്കെ ഇട്ടു. പിന്നെ മൂന്നാമത് ഞാൻ കാണിച്ചില്ല, അതാണ് ഇട്ടത്. പിന്നെ വെള്ളം കുറച്ച് കുടിക്കുകയാണ്. പിന്നെ എൻ്റെ കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവളിൽ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഒരു കോമ്പാക്ട് പൗഡറും പിന്നെ കുറച്ച് മേക്കപ്സൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നത്, പിന്നെ എൻ്റെ റിലേറ്റീവ്സൊക്കെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന കുറച്ച് ആക്സസറീസൊക്കെ ഞാൻ ഇടായിരുന്നു. കമ്മൽ, മോതിരം, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ എൻ്റെ കസിനാണ് കേട്ടോ. ഞാനും അവളും കൂടി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പുറത്ത് തന്നെയാണ് കേട്ടോ വീട്, അങ്ങനെ ദൂരെയൊന്നുമല്ല. പിന്നെ ഇതൊക്കെ എൻ്റെ ഉമ്മാക്ക് ചെടികളെന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ജേണലൊക്കെ എനിക്ക് എത്ര ഇഷ്ടമാണ് അത്ര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഉമ്മാക്ക് ചെടികളൊക്കെ. പിന്നെ അവളുടെ വീട്ടിലെത്തി. പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ അവളുടെ ടേബിളൊക്കെ ആകെപ്പാടെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിലോട്ട് വരികയാണ് ഞാൻ. പിന്നെ എൻ്റെ വീട്ടിൽ സപ്പോർട്ടൻ്റെ മരം, റംബുട്ടാൻ്റെ, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെയും ഞാൻ അവളുടെ വീട്ടിലോട്ട് പോവുകയാണ്. എത്ര വട്ടം അവളുടെ വീട്ടിലേക്ക് വരുന്നു. ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവളുടെ വീട്ടിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോയി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇലയൊക്കെ എങ്ങനെയുണ്ട്, ഇതൊക്കെ ഞാൻ വെറുതെ ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തതൊന്നും ഞാൻ കാണിക്കണില്ല. കുറേ നേരം അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാനും അവളൊക്കെയാണ്. സോ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് എന്ന് പറയുമ്പോൾ ബിരിയാണിയാണ് കേട്ടോ. ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് തിന്നാൻ തോന്നും, പക്ഷേ വീഡിയോയിൽ അങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്ലേറ്റൊക്കെ റെഡിയാക്കി അതിലോട്ട് ബിരിയാണിയൊക്കെ വിളമ്പി തിന്നാൻ പോവാണ്. 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിശന്ന് തുടങ്ങി. അപ്പോൾ വെള്ളമൊക്കെ കുടിക്കുകയാണ്. പിന്നെ ബിരിയാണിക്ക് കച്ചമ്പറും പിന്നെ പൈനാപ്പിളും പിന്നെ അച്ചാറും എല്ലാം സെറ്റായി. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ പോയപ്പോൾ കുറച്ച് ഉച്ചക്കായില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ കിടക്കാമെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ സ്റ്റിക്കറൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്.
പിന്നെ ഇതാ ഒരു 3:30 ആയി തോന്നുന്നു. ആ ടൈമൊക്കെ ആയി. പിന്നെ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. പിന്നെ ഞാൻ എന്താ കുറച്ച് വെള്ളം കുടിച്ചപ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ മണി ബോക്സ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡ്രീം. അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ മാത്രമാണ് പൈസ ഇടാറുള്ളത്. ഇതിലിപ്പോൾ ഒരു 600 500 സംതിങ് ഒക്കെ ആയി എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു 50 രൂപ ഇടാൻ പോവാണ് കേട്ടോ. ബിസ്മി ചൊല്ലിയിട്ട് ഒരു 50 രൂപ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 10ൻ്റെ ഒരു ചില്ലറയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 50 ഇട്ട കാരണം അത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഒരു കോയിൻ, അതും ഇട്ട് കൊടുത്തു ബിസ്മി ചൊല്ലിയിട്ട്. പിന്നെ അതും അങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 10,000 റുപ്പീസൊക്കെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 1,000 അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ 10,000, പിന്നെ മിക്ക പേരും മറ്റേ 1 lakh അത്ര രൂപയ്ക്കാണ് കേട്ടോ. സോ ഞാൻ അത്രയ്ക്കൊന്നും ഇതില്ല. അപ്പോൾ ഞാൻ പാക്കിംഗ് ഓർഡർ ഫേക്കിൻ്റെ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സോ ആ സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കണം. അതാണൊരു മെയിൻ പണി എന്ന് പറയുന്നത്. എല്ലാവരും ഞാനിങ്ങനെ ഷോർട്സിലിങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പാക്കിംഗ് ഓർഡർ ഫേക്ക് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് ഷോർട്ട് വീഡിയോയിൽ പോയി നോക്കുക കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ തിരിച്ച് വയ്ക്കൽ അത് കുറച്ച് പണിയാണ് കേട്ടോ. എല്ലാവരും ഞാൻ അതിൽ സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്നത് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതൊക്കെ പോകട്ടെ. എൻ്റെ സ്ക്വിഷീസ് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ സ്ക്വിഷ് ഇങ്ങനെ പീക്കി കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും എനിക്ക് കുറേ സ്ക്വിഷീസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ സ്കൂളിപ്പോൾ ശനി ഞായറൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ടൈമിലൊക്കെ ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ട്. പിന്നെ ഇതാ വാഷി ടേപ്പ്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചു. പിന്നെ ഒരു സ്ക്വിഷിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതാ ഈ ഒരു പെട്ടിയിലാണ് ഞാൻ വയ്ക്കാറ്, ഈ ഒരു ബോക്സിൽ. ഇതൊരു ഫോൺ കവറിൻ്റെ ഇതാണ് കേട്ടോ. ഫോൺ വാങ്ങുമ്പോൾ കിട്ടില്ല അങ്ങനത്തെ ആ ബോക്സാണിത്. സോ അതിനെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതാ അതിൽ ഫുൾ സ്ക്വിഷീസ് വയ്ക്കുകയാണ്. അപ്പോൾ ഇനിയും കുറേ സ്ക്വിഷീസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ബോക്സ് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബോക്സ് ഒപ്പിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ എന്തായാലും സെറ്റാക്കും. ഇപ്പോൾ തൽക്കാലം എനിക്ക് ഈ സ്ക്വിഷീസ് വയ്ക്കാനൊക്കെ ഈ ഒരു ബോക്സ് മതി. അപ്പോൾ ഇനി സ്ക്വിഷീസ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും വേറൊരു ബോക്സും കൂടി ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതങ്ങനെ അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചു. പിന്നെ ഇതാ 2 ക്ലിപ്പ്, പിന്നെ ഇതാ സ്റ്റിക്കി നോട്ട്, പിന്നെ ഇതാ ഈ ഒരു സംഭവങ്ങൾ. ഇതാണല്ലോ മെയിൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ ആക്കി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഗ്ലൗസ് അല്ല എന്തോ സംഭവമാണ്, അത് ഞാൻ കയ്യിലിട്ടേക്കണു. അതും ഊരി അങ്ങനെ. പിന്നെ ഗായ്സ് ഞാൻ ഇത്രയും വെള്ളം കുടിച്ചു കേട്ടോ. സാധാരണ ഞാൻ ഇത്രയും വെള്ളം കുടിക്കാറുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അതിൽ 2 ഇതുണ്ട്, നമുക്ക് 2 ഭാഗത്ത് കൂടിയും വെള്ളം കുടിക്കാം. പിന്നെ ഫ്രണ്ട്സ് ഞാനൊരു ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈദ് ഡേ ആയിട്ട് പിന്നെ നമ്മൾ ജേണൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ ശരിയാവില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു ജേണലിങ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ജേണൽ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ, ഈ ഒരു ജേണൽ ചെയ്യണ ആ ഒരു ഭാഗങ്ങളൊക്കെ.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്ത ജേണൽ. പിന്നെ ഞാൻ അതിൽ കുറച്ച് തോട്ട്സൊക്കെ എഴുതി കൊടുക്കുകയാണ് ഇന്നത്തെ ഡേനെ പറ്റിയിട്ട്. കാരണം ഇന്ന് ഈദ് ഡേ ആണ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ജേണലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ അതിലൊരു ഗേളിനെയും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ജേണൽ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ റൂമിലോട്ട് പോകും. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ ഉമ്മാക്ക് ലൈബ്രറി തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് തോന്നുന്നു. കാരണം കുറേ ബുക്സൊക്കെ ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ മലയാളം സ്റ്റോറീസൊക്കെയാണ്. എനിക്ക് ഇംഗ്ലീഷ് സ്റ്റോറി വായിക്കണം എന്നുണ്ട്, വാങ്ങണം, എന്നിട്ട് അത് വായിച്ച് നോക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. ഇതിൻ്റെ പകുതി പേജ് ഞാൻ വായിച്ചു, ഇനിയും കുറേ പേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ മാത്രമേ ഞാൻ വായിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയൊക്കെയാണ്. എൻ്റെ കസിൻസൊക്കെ ഇത് വായിച്ചു, അപ്പോൾ അഭിപ്രായമൊക്കെ നല്ലതൊക്കെയാണെന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വായിക്കുന്നത്. പിന്നെ ഗായ്സ്, അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇതാ ഒരു അത്ഭുതം. ബട്ട് നിങ്ങൾക്കത് കണ്ടാൽ എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഇത് സൺലൈറ്റും പിന്നെ ഇതാ അവിടെ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ നമ്മൾ കത്തിക്കില്ലേ, ആ ഒരു പുകയും കൂടിയിട്ട് മിക്സായപ്പോൾ നല്ല അടിപൊളിയിൽ തന്നെ ഇതുണ്ട്. ഞാൻ സൂം ചെയ്യുമ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. എന്തായാലും എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ ഉമ്മ സ്മൂത്തി അങ്ങനെ എന്തോ ഉള്ളൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ജ്യൂസാണ്, ഒരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ അത് കുടിക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് നന്നായിട്ട് ബോറടിക്കാൻ തോന്നി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിന് മുകളിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. നല്ല നീലാകാശം, പിന്നെ കുറേ മേഘം, പിന്നെ കുറേ ചെടികൾ, മരങ്ങൾ, നല്ല രസമൊക്കെയാണ് കേട്ടോ. പിന്നെ ഗായ്സ്, ഈ ഒരു മരം ഇനി കുറേ നാൾ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ഈ മരം ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു മരം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഊഞ്ഞാലാടുന്നത് ഗായ്സ്. ഈ ഒരു മരം ഉള്ളത് കാരണം. പക്ഷേ ഈ മരം ഉള്ള കാരണം ഞങ്ങൾക്ക് കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് നല്ല തണൽ കിട്ടും. സോ ഈ ഒരു മരം മുറിക്കാൻ പോവാണ്. കാരണം ഈ മരത്തിൻ്റെ വേരെന്തോ അങ്ങനെ നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉപദ്രവയ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട് എന്തോ ഇതാവും. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ പിന്നെ ഒരു വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി ഈ മരം എപ്പോഴാണ് മുറിക്കാമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് മുറിക്കും കേട്ടോ. പിന്നെ ഗായ്സ്, എനിക്ക് ഈ മരം മുറിക്കുന്നതിന് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. പിന്നെ എനിക്ക് നല്ല ബോറൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോയി. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പിന്നെയും തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ ബ്രെഡ് പൊരിക്കുകയാണ് കേട്ടോ. എന്തായിരുന്നു, മുട്ടയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഒരു സംഭവം കൂടിയിട്ട്. അപ്പോൾ ഇത് സാധാരണ കുറേ ഉണ്ടാവും കേട്ടോ, ആ മുട്ടയും വെളുത്തുള്ളിയും ആ ഒരു സംഭവം കൂടിയിട്ട്. അപ്പോൾ ഇതും കൂടി മിക്സാക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഉമ്മ കണ്ടുപിടിച്ച ഒരു ഡിഷാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മയോണീസിൽ ബ്രെഡ് മുക്കി തിന്നണ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇന്നലത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു സംഭവമാണ്. ഇത് സത്യം പറഞ്ഞാൽ കുറേ ഉള്ളപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തി അതിലെന്തോ റൗണ്ടൊക്കെ ആക്കിയിട്ട് എന്തൊക്കെയൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 3 ബ്രെഡ് പൊരിച്ചു. അപ്പം ഞാനൊരു 3 ബ്രെഡ് എടുത്തു, പിന്നെ കുറച്ച് സോസ് ഒഴിച്ചു. അതാണല്ലോ മെയിൻ. പിന്നെ ഞാൻ കട്ടൻ ചായയും അപ്പോൾ ഈ ഒരു ബ്രെഡും സോസും കൂടി മുക്കി തിന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രെഡ് പൊരിച്ചിട്ട് ഇങ്ങനെ തിന്നാറൊക്കെ ഉണ്ട്. അതെൻ്റെ മിക്ക വീഡിയോസിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലും പിന്നെ വേറെയുള്ള വീഡിയോസിലൊക്കെ അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ജേർണൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈദ് ഡേയൊക്കെ ആണല്ലോ, അപ്പോൾ എന്തായാലും ജേർണൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ജേർണൽ ചെയ്യാണ് കേട്ടോ.
അപ്പോൾ ജേണലിലത്തെ ഒട്ടിക്കൽ പരിപാടീസൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് തോട്ട്സൊക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈദ് ഡേ ആണല്ലോ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സ്, ഞാനൊരു ഗേളിനും കൂടി ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജേണൽ എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കുറച്ച് നേരം ഞാൻ ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ഒരു വേറെ കസിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഞാനും കൂടിയിട്ട് എൻ്റെ മറ്റേ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ അവിടെ കുറച്ച് നേരം പിന്നെ സംസാരിച്ചിരുന്നു. പിന്നെ ഇതാ എൻ്റെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഗായ്സ്, വീട്ടിലോട്ട് വന്നപ്പോൾ വേറെ കുറേ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ എൻ്റെ വേറെ കുറേ കസിൻസ്. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് ഞാൻ സൗണ്ട് കളഞ്ഞൊക്കെയായിരുന്നു. അപ്പോൾ ഈ ഒരു കാറിലാണ് അവർ വന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മൂൺ നോക്കി നിന്നു. പക്ഷെ ഫോണിൽ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും അമ്പിളിമാമന് കാണാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററിന് മെഹന്തി ഇടണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഉമ്മാക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ മെഹന്തി ഇടാൻ അറിയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ അവർ പോവുകയാണ്. കുറേ നേരം നിന്നു. അതാ ഇപ്പോൾ അവർ പോവുകയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ടൈം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വെള്ളം ഏകദേശം അതൊക്കെ ആയി. എന്നാലും ഞാൻ അത്യാവശ്യം ഫുള്ള് വെള്ളം കുടിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ ചെയ്യുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ രാത്രിയായ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്നൊക്കെ. ഓക്കെ, ബൈ.